ടീച്ചറെ, നമ്മുടെ ലാലേട്ടന് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചില്ലേ? എന്താണ് ഈ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം? ഇതൊരു നല്ല ചോദ്യമാണ്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. എന്താണ് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം? ഇന്ത്യൻ സിനിമയ്ക്ക് ലഭിക്കുന്ന പരമോന്നത പുരസ്കാരമാണ് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം. അപ്പം ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ദാദാസ് ഫാൽക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം 1969 മുതലാണ് കേന്ദ്ര സർക്കാർ പുരസ്കാരം നൽകി തുടങ്ങിയത്. അപ്പം ഇന്ത്യൻ സിനിമയ്ക്ക് അവരുടെ മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തിത്വങ്ങൾക്കാണ് ഈ പുരസ്കാരങ്ങൾ നൽകുന്നത്. ഇനി ആദ്യമായിട്ട് പുരസ്കാരം ലഭിച്ചത് ഒരു വനിതയ്ക്കാണ്, ദേവിക റാണിക്കാണ്. ഇപ്പൊ ഇന്ത്യൻ സിനിമയുടെ പ്രഥമ വനിത എന്നറിയപ്പെടുന്നത് ദേവിക റാണിയാണ്. ഇനി മലയാളത്തിനും ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മലയാള സിനിമാ ലോകത്തേക്ക് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണനാണ്. 2004 അദ്ദേഹത്തിന് പുരസ്കാരം ലഭിക്കുന്നത്. ഇനി ഇപ്പോൾ നമുക്ക് 2023 55ാമത് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്നത് നമ്മളുടെ തന്നെ ഒരു പ്രിയപ്പെട്ട നടനാണ്, അതാണ് മോഹൻലാൽ. നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമല്ലോ. അപ്പൊ അദ്ദേഹത്തിന് ലഭിക്കുന്ന പുരസ്കാരം 55ാം ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരമാണ്. ഇനി മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്നതും മോഹൻലാലാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് എക്സാമിനേഷൻ ഒക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ കൂട്ടുകാരെ, മോഹൻലാൽ ലഭിച്ച ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതല്ലേ? അപ്പൊ ഇനി സിനിമ കാണാൻ പോകുമ്പോൾ തീർച്ചയായും നിങ്ങളെ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തെ കുറിച്ച് ഓർക്കുമല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.